ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സന്ദർശിച്ചു. ഞെട്ടലോടെയാണ് അറബ് ലോകവും മറ്റ് ലോക രാഷ്ട്ര ഭരണാധികാരികളും ഈ സംഭവത്തെ എതിരേറ്റത്. അപ്രതീക്ഷിതമായി ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത എന്ന പ്രാധാന്യത്തോടു കൂടിയാണ് പല മീഡിയകളും ഈ വിഷയത്തെ റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ക്ക് നൽകിയിരിക്കുന്നു എന്നൊരു വിവരവും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് യോട് ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. ഇറാൻ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവരെ സഹായിക്കുന്നത് പൊറുക്കാൻ സാധിക്കില്ലെന്നും ഇസ്രായേലിന് താവളം ഒരുക്കി കൊടുക്കുന്ന ഏതൊരു നിലപാടും ചെറുക്കുമെന്നും തങ്ങൾ നിരന്തരം എന്ന തരത്തിൽ ആക്രമിക്കുന്നത് എന്തിനാണ് എന്ന് ഇപ്പോൾ ലോകത്തിനത് ബോധ്യമായിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന തരത്തിലുമാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇസ്രായേലും തമ്മിൽ രഹസ്യധാരണയും രഹസ്യ ഇടപാടുകളും രഹസ്യ ബന്ധങ്ങളും ഉണ്ട് എന്ന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഞങ്ങളുടെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞതാണ്. വലിയ തരത്തിലുള്ള ഇടപെടലുകളും സാമ്പത്തികപരമായിരിക്കുന്ന ബന്ധവുമുള്ള അറേബ്യൻ രാജ്യങ്ങൾ നിലവിലുണ്ട് എന്നതിനാൽ അത് അവർ ഒഴിവാക്കുന്നതാണ് ഉചിതം എന്നായിരുന്നു അദ്ദേഹം ഒരു മുന്നറിയിപ്പ് തരത്തിൽ പറഞ്ഞിരുന്നത്. ഇന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് ലോകം അംഗീകരിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഇറാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. സ്വന്തം രാജ്യത്തിലെ ഭരണാധികാരികൾ തന്നെ ഒറ്റുകൊടുക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അറേബ്യൻ രാജ്യങ്ങളിലേക്ക് പ്രവേശിച്ചതോടുകൂടി ഉണ്ടായത് എന്നാണ് ഇതിൻ്റെ ആദ്യ പ്രതികരണം ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. അബ്രഹാം ഉടമ്പടി അപ്പാടെ നടപ്പിലാക്കുക എന്ന ചേതനേറ്റ ഒരു ശരീരത്തിന് ജീവൻ നൽകുന്ന പ്രവർത്തനമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. അത് അസ്തമിച്ചു പോയതാണ്. ഒരുപാട് അപാകതകളും പോരായ്മകളും കൂട്ടിച്ചേർക്കലും വെട്ടിച്ചുരുക്കലൊക്കെ അനിവാര്യമാണ് എന്ന് പറഞ്ഞ് മാറ്റപ്പെട്ടതാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ അതിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്നു. ഗസ എന്ന് പറയുന്ന ദേശത്തെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കാൻ അതിൻ്റെ മധ്യത്തിലൂടെ ഒരു ഹൈവേ സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പോലും അബ്രഹാം അക്കോർഡിൽ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഉള്ള ഗസയെ തന്നെ 2 ഭാഗമായിട്ട് ചേരിതിരിക്കുന്ന പ്രവർത്തനങ്ങൾ. നാഷണൽ ഹൈവേ വരുന്ന സമയത്ത് ഏകദേശം 6 പാത അതല്ലെങ്കിൽ 8 പാത ഉണ്ടാവും. 8 പാത വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഗസക്കാർ 2 ഭാഗമായിട്ട് വേർതിരിയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഒന്നും ശാസ്ത്രീയമല്ല, ഒരു ചതിയിലൂടെയാണ്, ഒരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് എന്ന് അന്ന് തന്നെ സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ട്. ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമല്ലാതെ തങ്ങൾ അബ്രഹാം അക്കാർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോട് സഹകരിക്കില്ല എന്നുള്ളതാണ് മുഹമ്മദ് ബിൻ സൽമാൻ രാജാവ്, ഇപ്പോഴത്തെ ഭരണാധികാരി, പറയപ്പെട്ട പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്നും. ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പറഞ്ഞു. ഇത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല, അതീവ ഗൗരവമുള്ള കാര്യമാണ്. ഇസ്രായേലിൻ്റെ അകത്ത് നിന്ന് ഇറാനെ ആക്രമിക്കുന്നതും അകത്ത് നിന്ന് ഇസ്രായേൽ ആക്രമിക്കുന്നതും രണ്ടും തുല്യം തന്നെയാണ്. പല ഘട്ടങ്ങളിലും ഞങ്ങളുടെ രാജ്യത്തിന് നേരെ വന്നിരിക്കുന്ന ആക്രമത്തെ ഞങ്ങളത് നിരീക്ഷിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. അത് ഭാഗത്തു നിന്നാണ് വന്നത്. ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് അമേരിക്ക ആണ് എന്ന് ഞങ്ങൾക്ക് ആദ്യം സംശയം ഉണ്ടെങ്കിൽ അമേരിക്ക അല്ല, ഇസ്രായേലും കൂടി സംയുക്തമായി ചേർന്നിട്ടാണ്. അത് ഞങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. തെളിവില്ലാത്ത കാരണത്താൽ അത് ലോകത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. സംശയം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ സാധിപ്പിച്ചിട്ടുള്ളൂ. ഇപ്പം ലോകം അത് വിശ്വസിക്കുന്നു, അങ്ങനെ ഉണ്ട് എന്ന കാര്യം. അപ്പോൾ ഇതിൽ മറ്റൊരു വിഷയം എന്ന് പറയുന്നത്, നെതന്യാഹുവിൻ്റെ ഓരോ നീക്കവും വളരെ കൃത്യതയോടുകൂടി ഇറാൻ്റെ ഇൻ്റലിജൻസ് അതല്ലെങ്കിൽ രഹസ്യ വിഭാഗം നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകമായിരിക്കുന്ന ഒരു രഹസ്യ വിഭാഗം 2025 തന്നെ ആയത്തുള്ള അലി ഖംനായുടെ കാലത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ആരാണ് ഏതാണ് എന്ന് ഇറാനികൾക്ക് പോലും അറിയാത്ത വിധവും ഇറാനിലെ സൈനികർക്ക് പോലും അറിയാത്ത തരത്തിലുമാണ് അതിൻ്റെ സംവിധാനം. നേരിട്ട് കൊണ്ട് ആത്മീയ നേതാവ് അല്ലെങ്കിൽ മതസംഘടനയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ത്രൂ ഇടപാടാണ് അത് ചെയ്യുന്നത്. ആ രഹസ്യ സംഘം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സൈനികരോ ഗവൺമെൻറ്റോ ബന്ധപ്പെട്ടവരോ ഇത് അറിഞ്ഞു കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ സംഘമാണ് രഹസ്യങ്ങൾ ചോർത്തിയത്. ഏത് തരത്തിൽ രഹസ്യം ചോർത്തിയെന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. ഇതിൽ മൊസാദും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും 100% പരാജയപ്പെട്ടു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, അതിൻ്റെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ്. കാര്യമെന്ന് പറയുന്നത് അവർക്കതൊന്നും മനസ്സിലായിട്ടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളത് വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? ഞങ്ങൾക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി കടൽ കടന്നിരിക്കുന്നു, എന്നിട്ട് യിലേക്ക് എത്തിയിരിക്കുന്നു. യുടെ ഭാഗത്ത് അൽ ഐൻ നഗര പ്രാന്ത പ്രദേശത്തിൽ വെച്ച്
UAEയുടെ ഭരണാധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തപ്പെടുകയും ചെയ്തു. അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. മാർച്ച് 26-ാം തീയതിയാണ് സന്ദർശനം നടത്തിയത് എന്ന് സ്ഥിരീകരിച്ചു. മാർച്ച് 26-ന് ശേഷം 27-നോ 28-നോ വലിയ തരത്തിലുള്ള ആക്രമണം UAEക്ക് നേരെ ഇറാൻ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഇതൊക്കെ ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കും. അല്ലയിലാണ് പ്രവേശിക്കപ്പെട്ടത്, എന്നാൽ എന്നാണ് തിരിച്ചു പോയത് എന്നതിനെക്കുറിച്ച് വിവരം പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ കാര്യം ഇറാൻ അറിയാം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇസ്രായേൽ അതിനെക്കുറിച്ചുള്ള ഉദ്ദേശ കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ സഹകരണം ചർച്ച ചെയ്യാൻ വേണ്ടിയും ഇസ്രായേൽ UAE ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയും മിസൈൽ പ്രതിരോധം ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് സന്ദർശനം നടത്തിയത്. അത് ഒരു പക്ഷം അങ്ങനെ പറയുന്നുണ്ട്, മറ്റൊരു പക്ഷം അങ്ങനെ സന്ദർശനം നടത്തിയിട്ടില്ല എന്നും പറയുന്നു. പക്ഷേ അത് ലോകമാധ്യമ മീഡിയകളൊക്കെ അത് നിഷേധിക്കുന്നു. സന്ദർശനം നടത്തിയിട്ടുണ്ട്, ഇറാൻ പറയുന്നത് കൃത്യമാണ് എന്നാണ് പറയുന്നത്. UAE ഇത് നിഷേധിച്ചു. ഇസ്രായേലിൻ്റെ ഒരു വിഭാഗം, ഒരു വിങ്ങും ഇത് നിഷേധിച്ചു. രഹസ്യ കൂടിക്കാഴ്ച ഇല്ലെന്ന് UAEയുടെ ചില പത്രങ്ങളിലൊക്കെ അത് റിപ്പോർട്ടായിട്ട് വന്നു. ചില പരസ്യത്തിൻ്റെ അകത്തും അങ്ങനെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, വിമാനയാത്രാ വിവരങ്ങൾ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യാത്രകൾ ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് കൃത്യമായിരിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ പരിശോധന പിന്നാമ്പുറം പല മീഡിയക്കാരും അത് നടത്തുകയും ചെയ്തു. അതിലവർ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യമാണ് എന്ന് പറഞ്ഞതോടുകൂടി അറേബ്യൻ രാജ്യങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഞെട്ടിയിരിക്കുകയാണ്. ഇറാൻ്റെ വിവരണം ശരിയാണെങ്കിൽ അവർ പറയുന്നു അമേരിക്കയുടെ സൈനിക ബേസ് പ്രവർത്തിക്കുന്ന UAEയുടെ എല്ലാ ഭാഗത്തും ഇസ്രായേൽ സൈന്യമുണ്ട്. അമേരിക്കയുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയിലും അവരുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മേഖലയിലെല്ലാം അവരത് പ്രവർത്തിക്കുന്നു. ചില സമയത്ത് അവർ അമേരിക്കയുടെ യൂണിഫോം ധരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. തങ്ങൾക്ക് ആ മേഖലയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാം. ആ മേഖലയിൽ തന്നെ തങ്ങളുടെ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ തങ്ങൾക്ക് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. ഇതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എന്നാൽ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്ന് അറബ് ലീഗിൻ്റെ പ്രതിനിധി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചു. കൃത്യമായ രീതിയിൽ മുസ്ലിങ്ങളുടെ ശത്രുവായിട്ട് നിലനിൽക്കുകയും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏകദേശം 70,000-ഓളം പാലസ്തീനിയെ കൂട്ടക്കൊല ചെയ്ത ഒരു ഭരണാധികാരി കൂടിയാണ്. അവിടെ അത് അവസാനിക്കുന്നില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് UAE പോലെയുള്ള ഒരു രാജ്യം അഭയം നൽകിയത് അല്ലെങ്കിൽ സ്വീകരണം നൽകിയത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അറസ്റ്റ് ചെയ്ത് ജയിലടക്കേണ്ടതിന് പകരം വലിയ സംവിധാനത്തോടു കൂടി സ്വീകരണം നൽകപ്പെട്ടു എന്നുള്ളതാണ് വായിക്കാൻ വേണ്ടി പറ്റിയത്. അദ്ദേഹം അത് തുടർന്ന് പറയുന്നു. അപ്പോൾ ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്നും എന്തൊക്കെ രഹസ്യ കാര്യങ്ങളാണ് ഇസ്രായേലുമായിട്ട് UAEക്കുള്ളത് എന്നുള്ളത് നിജപ്പെടുത്തണം, വ്യക്തമാക്കണം എന്ന അഭിപ്രായം അതോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ലോകത്തെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും ഇസ്രായേലിനെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും സ്വീകരിക്കുന്നില്ല. അമേരിക്കയിലേക്ക് തന്നെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി വരുന്ന സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായിട്ട് നഗരത്തിലെത്തുന്നത്. ബ്രിട്ടനിലേക്ക് ബ്രിട്ടനിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങനെ ലോകത്തെ ഏതെങ്കിലും 1-2 രാജ്യങ്ങൾ മാത്രമാണ് യുദ്ധവുമായി ബന്ധപ്പെട്ടതിന് ശേഷം, അതായത് 2023 ഒക്ടോബർ 7-ാം തീയതി അമേരിക്ക അല്ലാത്ത ഏതെങ്കിലും രാജ്യത്ത് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 1-2 രാജ്യത്ത് മാത്രമാണ് സന്ദർശനം നടത്തിയത്. മറ്റുള്ള രാജ്യത്തേക്കൊക്കെ പോകാൻ വേണ്ടി പേടിയാണ്. തുർക്കിയുടെ ആകാശം ഉപയോഗിച്ച് പോലും യൂറോപ്പിൻ്റെ രാജ്യത്തിലേക്ക് പോകാൻ താൻ ഭയപ്പെടുന്നു എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞതാണ്. കാര്യം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച വ്യക്തി എന്ന നിലക്ക് വെടിവെക്കുകയോ വേറെന്തെങ്കിലും ആഘാതമുണ്ടാക്കുകയോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെ വലിയ തരത്തിൽ സ്വീകരണം നൽകി എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇത് കൃത്യതയോട് കൂടിയിട്ട് അതിൻ്റെ മുൻപ്, ഇദ്ദേഹം വരുന്നതിൻ്റെ മുൻപ് തന്നെ വലിയ രീതിയിലുള്ള പരിശോധനാ കാര്യങ്ങളും ഇദ്ദേഹം ഇറങ്ങുന്ന എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പുതിയ ആളുകളെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ തങ്ങൾ നിസ്സാരമായ രീതിയിലല്ല ഇതിനെ കാണുന്നത്, ഗൗരവപരമായ രീതിയിലാണ്. ഏത് തരത്തിലാണ് ഈ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്, അതായത് ഇറാന് എന്തെങ്കിലും പ്രത്യാഘാതങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള കാര്യം തങ്ങൾ പഠിക്കുകയാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ്റെ ഭാഗത്തുനിന്ന് UAEക്ക് നേരെ ഉണ്ടാകുന്ന നടപടികൾ
കടുത്തതും കഠിനമുള്ളതും പ്രയാസമുള്ളതുമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കണമെന്നാണ് UAEയോട് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം.